പാഠപുസ്തകത്തിലെ കൃഷി നേരിൽ കണ്ട് പഠിക്കാൻ വയലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥികൾ. അവർ ഞാറ് നട്ട് പഠിക്കുകയാണ്. കണ്ണൂർ കുറ്റ്യാട്ടൂർ ALP സ്കൂളിലായിരുന്നു ഈ വ്യത്യസ്തമായ പഠനം. കുട്ടികളുടെ മനസ്സിൽ കൃഷിയോടുള്ള സ്നേഹവും കർഷകരോടുള്ള ആദരവും ഒക്കെ വളർത്താനാണ് ഈ വ്യത്യസ്തമായ പഠന രീതിയിലൂടെ ലക്ഷ്യമിട്ടത്. ക്ലാസ്സിലിരുന്ന് പാഠം പഠിച്ചു കഴിഞ്ഞു. ഇനി പഠനം പാടത്താണ്. തലയിൽ തോർത്തുമുണ്ട് കെട്ടി തനി കർഷകരായി വരി വരിയായി അവർ പാടത്തേക്കിറങ്ങി. നന്നായി ഉണ്ണാൻ എന്നൊരു പാഠഭാഗമുണ്ട് ഇവർക്ക് പഠിക്കാൻ. പാഠപുസ്തകത്തിലെ ഈ കൃഷി നേരിട്ട് പഠിക്കാനാണ് കണ്ണൂർ കുറ്റ്യാട്ടൂർ ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥികൾ പാടത്തിറങ്ങിയത്. നേരത്തെ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും കണ്ടറിഞ്ഞ നെൽകൃഷി കുട്ടികൾ നേരനുഭവമാക്കി. പുതിയ പഠനം കൊള്ളാമെന്നാണ് കുട്ടി കർഷകർ പറയുന്നത്. ചളിയിലിറങ്ങാൻ നല്ല സുഖമുണ്ട്. നെൽച്ചെടി നട്ടിട്ട് നെല്ലായിട്ട് അതിന് കൊത്തിയിട്ട് അരിയാക്കുന്നു. കൃഷി ചെയ്യാനൊക്കെ പഠിച്ചു തന്നിട്ട് വയലിലേക്കിറങ്ങി ചെളിയിൽ നനഞ്ഞു നിന്ന് ഒരുമിച്ച് പാട്ടുപാടിയാണ് കുട്ടികൾ ഞാറ് നട്ടത്. കൃഷിയോടുള്ള സ്നേഹവും കർഷകരോടുള്ള ആദരവും കുട്ടികളുടെ മനസ്സിൽ വളർത്തുക കൂടിയായിരുന്നു ഈ വ്യത്യസ്ത പഠന രീതിയിലൂടെ ലക്ഷ്യമിട്ടത്. ഇപ്പം നെൽവിത്ത് കുട്ടികൾ കണ്ടിട്ടില്ല, അരിയറിയാം, ചോറ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ നെല്ലെന്താണെന്നറിയില്ല. എന്താണ് നെൽകൃഷിയുടെ രീതി? നെൽകൃഷി ഞാറ് പറിച്ച് നടന്നു, ഞാറ് ഞാറ്റ് ഇതാക്കി നമ്മൾ ചളിയിൽ നടന്നു, കുട്ടികൾ മണ്ണിൽ ഇറങ്ങുന്നു, ആ കള പറിക്കുന്നു. അതിൻ്റെ രീതികളൊക്കെ ഉണ്ടല്ലോ, അതായത് കണ്ടമൊരുക്കൽ, വിത്തിടൽ, ഞാറ് നടൽ, കളപറിക്കൽ, അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമെന്ന അടിസ്ഥാനത്തിൽ അടുത്ത ഘട്ടത്തിൽ കളപറിക്കുന്ന സമയത്ത് പോകണം, അതുപോലെ കൊയ്യുന്ന സമയത്ത് പോകണം, അത് നെല്ല് കുത്തുന്നത് പോലെ കണ്ട് എങ്ങനെയാണ് ഒരു നെൽവിത്ത് വീണ്ടും ചെടിയായി അത് അരിമണിയായി വരുന്നത് എന്ന് വരെയുള്ളൊരു ഘട്ടം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കൃഷി ഒരു പാഠഭാഗം മാത്രമല്ല, ജീവിതം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞാണ് കുട്ടികൾ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നത്. ന്യൂസ് മലയാളം, കണ്ണൂർ.